ഞാനൊരു കാര്യം പറയട്ടെ, നല്ല വിശന്ന് വലഞ്ഞൊരു ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ഓർഡർ ചെയ്യോ അതോ എന്തെങ്കിലും കുക്ക് ചെയ്യോ? എനിക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാനുള്ള ക്ഷമയൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഓർഡർ ചെയ്യുമെന്ന് വിചാരിച്ചാലോ അതും ശരിയാവില്ല. ലാസ്റ്റ് കുറച്ച് നാളുകളായിട്ട് ഞാൻ ആ ലൂപ്പിലാണ് കേട്ടോ. ഫുഡ് ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നത് തന്നെ. അയ്യോ, പക്ഷേ ഇന്നുണ്ടല്ലോ ഞാൻ എന്തായാലും ഓർഡർ ചെയ്യുന്നില്ല. ഇന്നെന്നല്ല, കുറച്ച് നാളത്തേക്ക്. കാരണം ഞാൻ എന്തോരാ വണ്ണം വെച്ചേ. എപ്പോഴും പറയുന്ന പോലല്ല, ഇതെന്തായാലും രണ്ടും കൽപ്പിച്ചാട്ടോ. ഇന്ന് എന്തായാലും കുക്ക് ചെയ്തിട്ടേ ഉള്ളൂ. കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ ആം എ ചോർ ഒബ്സസ്ഡ് പേഴ്സൺ. എനിക്ക് എപ്പോഴും ചോറ് വേണം. അതിപ്പോൾ ലോകത്ത് എവിടെയാണെങ്കിൽ ചോറ് കഴിച്ചാലേ എനിക്ക് വയറ് നിറയുള്ളൂ. പക്ഷേ ആ ശീലമൊക്കെ ഒന്ന് മാറ്റാനാണ് എൻ്റെ ഒരു ശ്രമം. ഇപ്പം തന്നെ നോക്ക്, സാധനങ്ങൾ മേടിക്കാൻ പോകുന്ന വഴിക്ക് ഒരു സിനമൺ റോൾ മേടിച്ചു. സാരമില്ല, ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വിശന്ന് വന്നുകൊണ്ടായിരിക്കും. ഇനി എന്തായാലും നമ്മൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പോകണം കേട്ടോ. ഒരു ചിക്കൻ റാപ്പാണ് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യം, ഏത് സോസ് എടുക്കുന്നത്. കാരണം ഈ റാപ്പിൻ്റെ മൊത്തം ടേസ്റ്റും ഈ സോസിലായിരിക്കും ഇരിക്കണം. കാരണം ഇതൊരു തട്ടിക്കൂട്ട് റാപ്പാണേ. അങ്ങനെ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ചെയ്താൽ തിരിച്ചു പോകട്ടോ. ശരിക്കും എനിക്കിപ്പോൾ ഒരു ആന തിന്നാനുള്ള വിശപ്പുണ്ട് കേട്ടോ. ഈ റാപ്പ് എനിക്ക് വയറ് നിറഞ്ഞാൽ മതിയായിരുന്നു. വയറ് നിറയുന്നതിനേക്കാട്ടി കൂടുതൽ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. പക്ഷെ നാൾ പച്ചിലയും ക്യാരറ്റും ഒക്കെ ആയിട്ടൊന്ന് നോക്കാം. അങ്ങനെ എൻ്റെ തട്ടിക്കൂട്ടൽ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങേയറ്റം വിശന്നിരിക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിനൊരു ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിശന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ.